രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തോളം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് മാലാഖമാരോടൊപ്പം, ക്രോബേന്മാരോടൊപ്പം, സാഫീന്മാരോടൊപ്പം, മിഖായേൽമാരോടൊപ്പം, റഫായേൽ മാലാഖയോടൊപ്പം, സകല മാലാഖമാരോടൊപ്പം, സ്വർഗ്ഗവാസികളോടൊപ്പം ദൈവത്തെ ആരാധിക്കട്ടെ. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തെ കരമുയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വർഗീയ മധ്യസ്ഥരോടൊപ്പം, സകല സ്വർഗ്ഗവാസികളോടൊപ്പം, ക്രോബേന്മാരും സാഫീന്മാരോടൊപ്പം, സ്വർഗ്ഗവാസികളോടൊപ്പം, മിഖായേൽ മാലാഖയോടൊപ്പം, റഫായേൽ മാലാഖയോടൊപ്പം, സകല വിശുദ്ധാത്മാക്കളോടൊപ്പം, രക്തസാക്ഷികളോടുകൂടെ ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധന 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 യേശുവേ ആരാധന. സ്വർഗ്ഗവാസികളോടൊപ്പം, യേശുവേ ആരാധന. മാലാഖമാരോടൊപ്പം, യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം തിരുവചനം. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കെട്ടാനും അഴിക്കുവാനും പാപം മോചിക്കുവാനും പാപം ബന്ധിക്കുവാനുമുള്ള അധികാരം തിരുസഭയിൽ പുരോഹിതന്, മെത്രാന്, മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നമ്മുടെ പാപങ്ങൾ ഓരോന്നും ഏറ്റുപറയുമ്പോൾ നമുക്കെന്തൊരാശ്വാസമാണ്. കത്തോലിക്ക സഭയിൽ അടുത്ത കാലത്ത് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് കാർഡിനൽ ന്യൂമാൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ വൈദികനായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ. ഓരോ മാസവും 4000 പൗണ്ട് ശമ്പളം വാങ്ങിയ വ്യക്തി. എന്നാലുണ്ടല്ലോ, ഒരു ദിവസം കത്തോലിക്ക ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുക ആംഗ്ലിക്കൻ വൈദികനായ ന്യൂമാനച്ചൻ. അദ്ദേഹമുണ്ട് കാണുകയാണ്, ഒരു യുവാവ് ദേവാലയത്തിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. മുഖത്ത് എന്തെന്നില്ലാത്ത രീതിയിൽ ശോഭം കാണാനുണ്ട്. ഹൃദയത്തിൽ അസ്വസ്ഥമായിട്ടാണ് അദ്ദേഹം കയറി പോകുന്നത്. ഏതാനും സമയം കഴിഞ്ഞ് ഈ യുവാവ് ദേവാലയത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. ഈ സമയത്ത് കാർഡിനൽ ആവുന്നേക്കാൾ മുമ്പ് ആംഗ്ലിക്കൻ വൈദികനായ ന്യൂമാനച്ചൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ സമയത്ത് അദ്ദേഹം കാണുകയാണ്, മുഖത്ത് എന്തെന്നില്ലാത്തൊരു ആശ്വാസം, ഹൃദയത്തിലൊരു സന്തോഷം, ഹൃദയത്തിലൊരു സമാധാനം. ആംഗ്ലിക്കൻ വൈദികനായ ന്യൂമാനച്ചൻ ഈ യുവാവിൻ്റെ അടുത്തേക്ക് ചെന്ന് യുവാവിനോട് ചോദിക്കുകയാണ്, കയറിപ്പോയതുപോലെയല്ലോ തിരിച്ചു വരുന്നത്, എന്താണ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ ദേവാലയത്തിലേക്ക് കയറി ചെന്നപ്പോൾ സംഭവിച്ചത്? ഇദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ പാപഭാരവുമായി കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നിയെന്ന്. അവിടെ വൈദികന്റെ മുമ്പിൽ എൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്നോരോന്നായി ഞാൻ ഏറ്റുപറഞ്ഞു. വൈദികനുണ്ടല്ലോ, എൻ്റെ ഓരോ പാപങ്ങളും പുരോഹിതൻ ലഭിച്ച പൗരോഹിത്യ അധികാരത്താൽ പാപം മോചിച്ചു. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ പാപങ്ങൾ മുഴുവൻ യേശുവിൻ്റെ തിരുവിലാവിലെ തിരുരക്തം കൊണ്ട് കഴി വിശുദ്ധീകരിച്ചു. ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഈ സമയത്ത് ആംഗ്ലിക്കൻ വൈദികനായ ന്യൂമാനച്ചൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്ത, എനിക്കും കത്തോലിക്ക സഭയിലേക്കൊന്ന് തിരിച്ചു വരണം. എന്തിനു വേണ്ടി?
ഒന്ന് കുമ്പസാരിക്കാൻ. പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ എന്തൊരാശ്വാസമാ. അതാണ് ഈ ന്യൂ മാനസൻ ഇങ്ങനെ എഴുതി വെച്ച്, അമ്മയില്ലാത്ത സഭയിൽ നിന്ന് അമ്മയുള്ള സഭയിലേക്ക് ഞാനിതാ തിരിച്ചു നടക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഒരു വ്യക്തിയുടെ കുമ്പസാരം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മാറ്റമുണ്ടാവുക, മാനസാന്തരമുണ്ടാവുക, എനിക്കും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണമെന്ന്. സൗഖ്യദായകമായ 2 കൂദാശകളാണ് പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് തന്നിരിക്കുന്നത്. സൗഖ്യദായകമായ കൂദാശ, സൗഖ്യം തരുന്ന കൂദാശ. 1 രോഗ്യലേപനം, 2 പരിശുദ്ധ കുമ്പസാരം. ഈ 2 കൂദാശകളിലും രോഗിക്കായിക്കൊള്ളട്ടെ, ഒരാത്മാവിനായിക്കൊള്ളട്ടെ, അവിടെയുണ്ടല്ലോ സൗഖ്യമുണ്ട്. ഒരുപാട് പാപങ്ങളും പേറിക്കൊണ്ട് ഒരു വ്യക്തി കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ആ സമയത്ത് വൈദികൻ ആ വ്യക്തിയുടെ പാപം മോചിക്കുന്നു. അതേ സമയം തന്നെ യേശുവിന്റെ തിരുവിലാവിലെ തിരുരക്തം കൊണ്ട് യേശുവുണ്ടല്ലോ ആ വ്യക്തിയെ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവൻ ആ മനുഷ്യനെ വിട്ടുപോകുക. അപ്പോൾ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുക. ഇതുകൊണ്ട് സഭാപിതാക്കന്മാർ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത്, 2ാമത്തെ മാമോദീസയാണ് പരിശുദ്ധ കുമ്പസാരം. 2ാമത്തെ മാമോദീസയാണ് പരിശുദ്ധ കുമ്പസാരം. 1ാമത്തെ മാമോദീസ നാം കുഞ്ഞായിരുന്നപ്പോൾ തലതൊട്ടപ്പനും തലോട്ടമ്മയും നമുക്ക് വേണ്ടി ജ്ഞാനസ്നാനത്തിൽ വിശ്വാസം ഏറ്റുപറഞ്ഞു. നാം കുഞ്ഞായിരുന്ന സമയത്ത് വൈദികൻ നമ്മുടെ ശിരസിൽ വെള്ളമൊഴിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മത്തായി മാമോദീസ മുങ്ങപ്പെടുന്നു, ജോഫി മാമോദീസ മുങ്ങപ്പെടുന്നു. അന്ന് നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായി കാണില്ല. എന്നാൽ 2ാമത്തെ കൂദാശയായ കുമ്പസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുക, നമ്മുടെ ജീവിതത്തിൽ ഇത് 2ാമത്തെ മാമോദീസയാ. ഓരോ കുമ്പസാരവും കഴിയുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി തീരുക. കാരണം എന്താ? മാമോദീസായിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്ന് ഒരു വ്യക്തി മോചനം നേടുന്നത് പോലെ ഓരോ കുമ്പസാരത്തിലും ആ വ്യക്തിയുടെ സകല പാപങ്ങളിൽ നിന്നും ആ വ്യക്തി മോചനം നേടുകയാണ്. ഇതോടൊപ്പം തന്നെ സ്വർഗീയ പിതാവിൻ്റെ വലിയ സ്നേഹവും കരുണയും ആ വ്യക്തി അനുഭവിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ അതുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ്, വിശുദ്ധ കുമ്പസാര കൂടുകളുണ്ടല്ലോ, അത് ഈശോയുടെ തിരുവിലാവിലെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമാ. ഈശോയുടെ സിംഹാസനമാണ് ഓരോ കുമ്പസാര കൂടുമെന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു. ആ സിംഹാസനത്തിന് മുമ്പിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെയുണ്ടല്ലോ നീതിമാനായ കർത്താവ്, കരുണാമയനായ കർത്താവ് നമ്മുടെ പാപങ്ങൾ മുഴുവൻ മോചിപ്പിച്ച് നമ്മെ പുതിയ വ്യക്തികളാക്കി തീർക്കുകയാണ്. വിശുദ്ധ ഫൗസ്തീന പുണ്യവതി, ഈ പുണ്യവതിയുടെ ഡയറിയിൽ 1602 ഖണ്ഡിയിൽ കുമ്പസാരത്തെ കുറിച്ച് പറയുന്നത് നാം കേൾക്കണം. ഈശോ വിശുദ്ധ ഫൗസ്തീന പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാണ് അവളുടെ ഡയറി കുറിപ്പുകൾ. അതിൽ അവൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മകളെ, നീ കുമ്പസാരിക്കുവാനായി എൻ്റെ കരുണയുടെ നീരുറവയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ പുറപ്പെടുന്ന രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ ശുദ്ധീകരിക്കുന്നു. കണ്ടോ, നീ പാപം ഏറ്റുപറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ആ രക്തവും ജലവും ഒഴുകിയിറങ്ങി ആ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. നീ ഓരോ പാപം ഏറ്റുപറയുമ്പോൾ എന്താ ചെയ്യുന്നത്? യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയിറങ്ങി ആ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു, നിന്നെ വിശുദ്ധീകരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഓരോ പ്രാവശ്യവും നീ കുമ്പസാരിക്കുവാനായി അണയുമ്പോൾ ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെ തന്നെ എൻ്റെ കരുണയിൽ ആഴ്ത്തുക. വീണ്ടും ഫൗസ്തീന പുണ്യവതി പറയുകയാണ്, അങ്ങനെ എൻ്റെ കൃപാസമൃദ്ധി നിന്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ. കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കുക, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആരെയാ കാണുന്നത്? പല വ്യക്തികളും കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ പിശാച് കൊടുക്കുന്ന ഒരു ചിന്തയുണ്ട്, ആയിരിക്കുന്ന അച്ഛൻ ആരാണ്? അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണുകയാണ്, നമ്മെ അറിയുന്ന അച്ഛൻ. നമ്മളെ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരെ അറിയും. അപ്പൊ പിശാച് അടുത്ത ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തരും. നീ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ആ അച്ഛൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുക? അടുത്ത ആഴ്ച ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛനെ കുറിച്ച് ചിന്തിക്കില്ലേ? കാട്ടുകള്ളി ഉള്ളത് മുഴുവൻ ചെയ്തിട്ട് വന്നിരിക്കുക. ഈ ചിന്ത നമുക്ക് തരുന്ന പിശാച. എന്നാൽ ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറിയിൽ ഈശോ അവൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, മോളെ, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്ന ഞാൻ തന്നെയാ. അവിടെ വൈദികനല്ല, മറിച്ച് ക്രിസ്തുവാണ് ആ വൈദികനിൽ മറഞ്ഞിരിക്കുന്ന എന്ന് ഓരോ ദൈവ പൈതലും ഈ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു. വീണ്ടും കാണാൻ സാധിക്കും, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പുരോഹിതരിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു എങ്കിലും നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഇവിടെ ആത്മാവിൻ്റെ ദുരിതം ദൈവത്തിൻ്റെ കരുണയെ കണ്ടെത്തുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഫൗസ്റ്റീന പുണ്യവതി നമുക്ക് പറഞ്ഞു തരികയാണ്, ഈശോയാണ് ഓരോ കുമ്പസാരക്കൂട്ടിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കും കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നിയല്ല, മുട്ടുകൾ കുത്താം. ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. കരുണയുള്ള കർത്താവ് നമ്മുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ച് പുതിയ വ്യക്തികളാക്കി മാറ്റും. മുട്ടുകൾ കുത്തിയെന്നോ മക്കളെ, രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചേ യേശുവിൻ്റെ പീഡാസഹനങ്ങളെ കണ്ടുകൊണ്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ അഗാഢമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, എൻ്റെ മേലും എൻ്റെ പാപങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അധരം തുറന്ന് സ്തുതിച്ചേ. ഈശോയുടെ പീഡാസഹനം കാണുമ്പോഴെല്ലാം എനിക്ക് പാപബോധമുണ്ടാകും. അനുതാപ ഹൃദയം ഈശോ തരും. രണ്ട് കരം ഉയർത്തി വിളിച്ച മക്കളെ, ഈശോയേ. അനുരഞ്ജനത്തിൻ്റെ കൂദാശയിൽ കാരുണ്യം ചൊരിയും ദൈവമേ, അനുരഞ്ജനത്തിൻ്റെ കൂദാശയിൽ കാരുണ്യം ചൊരിയും ദൈവമേ, ആരാധന ആരാധന ദിവ്യകാരുണ്യമേ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക. യൂദത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം തിരുവചനം, തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്നൊരു ദൈവം അവിടെ കൂടെ ഉണ്ടായിരുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പീഡാനുഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപബോധം, നിന്നിലേക്ക് അനുതാപ ഹൃദയം, അനുരഞ്ജനം കർത്താവ് അവിടുന്ന് വെച്ചു തരും. നിന്റെ കഠിന ഹൃദയത്തിലേക്ക് കർത്താവിന്റെ കരുണ അവിടുന്ന് വന്ന് നിറയട്ടെ. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം തിരുവചനം, നിങ്ങൾ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. നിങ്ങൾ കരമുയർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം മറച്ചു വെക്കാം. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. കർത്താവിനെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്നോളം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളുടെ മേലും അവിടുത്തെ കരുണ അവിടുന്ന് ഒടുക്കണമേ. അനുതാപ ഹൃദയം തരണമേ കർത്താവേ. ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം തിരുവചനം, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ ഏതൊക്കെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടോ ആ വ്യക്തിയെ കർത്താവ് അകറ്റിയിരിക്കുക. ഞാനും എന്റെ ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ വിച്ഛേദനം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ പാപങ്ങളാ. കർത്താവിന്റെ കരുണ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള
സകല പാപങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണയൊഴുകട്ടെ. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, അവിടുത്തെ മുഖത്തിന്റെ പ്രകാശത്താൽ എന്റെ പാപങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിക്കട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയേ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ നിന്റെ പാപങ്ങൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. എത്ര കടും ചുവപ്പാണെങ്കിലും കർത്താവിന്റെ കരുണ കടലിൽ മുക്കിയെടുക്കാം. ഒരു പുതിയ ഹൃദയം നിനക്ക് തരും. ശിലാഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം തരും. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനം, മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കണേ കർത്താവേ. ഏതൊക്കെ മക്കളാണോ ഇതുപോലുള്ള പാപത്തിന് ബന്ധനങ്ങളിൽ കിടക്കുന്നത് കർത്താവേ, മദ്യപാനത്തിന് പിടിയിൽ അമർന്നിരിക്കുന്നവർ, ജഡിപാഴ്വത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നവർ, ഈ മകളിലേക്ക് എല്ലാം കർത്താവിന്റെ തിരുരക്തം അവിടെ ഒഴുകട്ടെ. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല 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 ഹല. അനുതാപ ഹൃദയം കൊടുക്കണമേ കർത്താവേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാ. നിന്നെ വലയം ചെയ്തിരിക്കുന്ന ഏതൊക്കെ പാപത്തിന് കെട്ടുകളുണ്ടോ ആ കെട്ടുകളിൽ നിന്ന് മോചനം കിട്ടാൻ, ആ പാപത്തിന്റെ അടിമത്തത്തിന്റെ ചങ്ങല ഈ സമയം അടിയും. സ്തുതിച്ച് പ്രാർത്ഥിച്ച് സങ്കീർത്തനം 91:10, 2 മക്കാബാർ 8:18, റോമ 16:20. ഈ വചനത്തിന്റെ ശക്തി ഈ സമയം വ്യാപരിക്കട്ടെ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം, അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് അവർക്ക് തിരികെ പോകാൻ സാധിച്ചില്ല. വ്യഭിചാര ദുർബോധം അവരെ വലയം ചെയ്തിരിക്കുന്നു. കർത്താവേ, ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവേ, ചെടിക പാപാവസ്ഥയിലുള്ള മക്കളെ അവിടെ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കാൻ സാധിക്കാതെ ഏതൊക്കെ മക്കള് ഈ സമയം ചെടിക പാപങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്നു, വ്യഭിചാരം ദുർബോധം വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ ഈ സമയം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോകട്ടെ കർത്താവേ. ജഡത്തിന്റെ പാപങ്ങൾ, ബ്ലൂ ഫിലിമിന് അഡിക്റ്റായിരിക്കുന്ന അവസ്ഥ, ഇതുപോലെ തന്നെ സ്വയംഭോഗ സ്വവർഗ ഭോഗം, ഏതെല്ലാം പാപത്തിന്റെ ബന്ധനങ്ങളിൽ ഈ മക്കൾ വലയം ചെയ്തിട്ടുണ്ടോ, യേശുവിന്റെ തിരുനാമത്തിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ഈ മക്കൾക്ക് മോചനം ഉണ്ടാകട്ടെ. 2 കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല മല ഹല 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 ഹല. അനുരഞ്ജനത്തിൻ്റെ കൂദാശയിൽ കാരുണ്യം ചൊരിയും ദൈവമേ. അനുരഞ്ജനത്തിൻ്റെ കൂദാശയിൽ കാരുണ്യം ചൊരിയും ദൈവമേ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൊരിന്ത്യർ വാർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ തിരിച്ചറിയുവിൻ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിച്ചു കളയും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുവിൻ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിച്ചു കളയും. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. എന്നാൽ ഈ ശരീരം നശിച്ചു പോകും. തിരിച്ചറിഞ്ഞു, ദൈവത്തിന്റെ ആലയമായി ശരീരത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും പാപങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ട് കഴിഞ്ഞാൽ, ശൗലിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനം,
സാവൂളിൽ നിന്ന് ദൈവാത്മാവ് ഇറങ്ങിപ്പോയി. സാവൂളിൽ നിന്ന് ദൈവാത്മാവ് അവനെ വിട്ടുപോയി, ദുരാത്മാവ് അവന് പ്രവേശിച്ചു. ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിട്ടുപോകുക. മാമോദീസായിലും സ്ഥൈലേപനത്തിലും നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി ശരീരം. എന്നാൽ നീ പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിട്ടുപോകുക. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, നീ ജീവനുള്ളവനാണ് എന്ന് നീ പറയുന്നു, എന്നാൽ നീ മൃതനാ. ഉണരുക, നിന്നിൽ അവശേഷിച്ചിട്ടുള്ളതിനെ നീ ഉത്തേജിപ്പിക്കുക. നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. നമ്മൾ പറയും എനിക്ക് ജീവനുണ്ട്, എന്നാൽ ദൈവിക ജീവൻ നിന്നിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാ. കർത്താവേ, കരുണയൊടുക്കണമേ. അവിടുത്തെ കരുണക്കടലിൽ എന്നെ മുക്കിയെടുക്കണമേ. 2 കരങ്ങളെ തുറന്നു പിടിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുക. ഈ സമയം കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് തൊടും, നീ വിശ്വസിച്ചു. കർത്താവിന്റെ കരുണക്കടലിൽ നിന്നെ മുക്കിയെടുക്കുന്ന സമയമാണ്. താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ എന്ന് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിയണമേ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നന്ദി സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.